നമസ്കാരം. ഉറക്കെ പറഞ്ഞാട്ടെ. എവിടുന്ന് വരുവാ? വയനാട്ടിൽ നിന്ന് വരുവാ. വയനാട്ടിൽ എവിടെയാ? എവിടെ? ബത്തേരി. എടമനാക്കാവിനെ പറ്റി എങ്ങനെയാ അറിയാൻ പറ്റിയത്? അതും വയനാട്ടുകാരിയാണല്ലോ നിങ്ങൾ. ഈ വയനാട്ടിൽ നിന്ന് എന്തിനാ ഇവിടെ എടമനാക്കാവിലേക്ക് പട്ടാഴിലേക്ക് എത്തി ഇത്രയും ദൂരം താണ്ടിയിട്ട്? വയനാട്ടിലൊന്നും ക്ഷേത്രങ്ങളില്ലേ? അല്ലെ വയനാട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ, മേജർ ക്ഷേത്രങ്ങളുണ്ടല്ലോ. പിന്നെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ വരാൻ കാരണം? ഒരു യൂട്യൂബിൽ ഒരു ക്ഷേത്രത്തെ പറ്റി കണ്ട ഉടനെ അവിടുന്ന് ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അവിടെ നിന്നിട്ട് യൂട്യൂബിൽ കണ്ട സമയത്ത് തന്നെ അവിടെ ഇരുന്ന് സ്മരിച്ച് അനുഭവം കിട്ടി, സാധിച്ചു കിട്ടി. അങ്ങനെ ഭഗവാനെ കാണാൻ എത്തിയതാ? തീർച്ചയായിട്ടും. എത്ര നാളാണ് ഇവിടെ എത്തിയിട്ട്? ആറാമത്തെ പ്രദോഷമാ. അപ്പൊ ഈ പ്രദോഷത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ മാസത്തെ പ്രദോഷത്തിന് പങ്കെടുത്തിരുന്നു. വളരെ സന്തോഷം. ഇത് രണ്ടാമത്തെ പ്രദോഷത്തിനാണ് പങ്കെടുക്കുന്നത്. പൂജ ആറാമത്തെയാ. ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഒരു അല്പമെങ്കിലും സന്തോഷം ഒരു നിമിഷമെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉള്ളത് പറയുക. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും സന്തോഷം. ഭഗവാനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിശ്വാസമുണ്ടോ? ഭഗവാനെ തേടിയെത്തുന്ന നിറകണ്ണുകളോട് ഭഗവാനെ അഭയം പ്രാപിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. രോഗികളും ദാമ്പത്യ പ്രശ്നങ്ങളും, മക്കളെ വിവാഹം കഴിച്ചയച്ച് അവിടെ സമാധാനമില്ലാത്ത അവസ്ഥ, 10, 12, 20 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയുള്ളവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ദേഹം മുഴുവൻ മാറാരോഗങ്ങൾ കൊണ്ട് വലയുന്ന രോഗികളുണ്ട്. ഇവരൊക്കെ ഭഗവാനെ തേടിയെത്തിയിട്ട് നിറകണ്ണുകളുമായിട്ടാണ് ഓരോ ഇടമനക്കാവ് പ്രദോഷവും കഴിയുമ്പോഴും പോകുന്നത്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അനുഭവം വെച്ച്, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നെത്തി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഭഗവാനോട്? 100% ഉറപ്പാ. അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തനുഭവം? ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് 6-7 മാസം കഴിഞ്ഞു. വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് വന്ന് രണ്ടാമത് പോവാൻ വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു. നടന്നില്ല. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ പ്രദോഷം കഴിഞ്ഞ് ചെന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് വിസ അടിച്ചു, റെഡിയായി. എന്നാ പോന്നേപ്പോ? ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ പോയി അങ്ങ് ഇവിടുന്ന് തിരിച്ചു കയറി പോയാലും ഭഗവാനെ മറക്കുവോ? പൂജ നടത്തുവോ? ഒരിക്കലും മറക്കില്ല. പൂജ നാട്ടിൽ വരുമ്പോ ഇവിടെ വരുവോ? തീർച്ചയായിട്ടും. ഉറപ്പാണോ? ഈ മാസം തന്നെ വരാൻ എന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. പോകാന്ന് പറഞ്ഞു. ശരി ശരി. പോലും ആ ഒരു മനസ്സിൽ തോന്നിയ സന്തോഷം. ശരി. ഭഗവാനോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഭഗവാനോട് പറയുന്നത് വിളിക്കുന്ന എല്ലാ ആളുകളെയും അങ്ങ് കൈവിടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാവരും വിശ്വസിക്കുക. ആരും ഇത് നമ്മള് പറയുന്നത് പോലെ ഒരിക്കലും അവിടെ ഇവിടെ എന്തിനോ വേണ്ടിയല്ല, വിളിക്കുന്ന ആരെയും ഭഗവാൻ ഒഴിവാക്കില്ല. 100% ഉറപ്പാ. അപ്പോൾ ഭക്തജനങ്ങളോട് അങ്ങക്ക് എന്താ പറയാനുള്ളത്? അങ്ങ് വയനാട്ടിൽ നിന്ന് വന്ന് ഇത്രയും ദൂരം ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 6 പൂജ കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ പ്രദോഷത്തിന് പൂർണ്ണമായിട്ടും അങ്ങയുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം തലേന്ന് വൈകിട്ട് അമ്പലത്തിൽ വന്നു. പിറ്റേന്ന് പ്രദോഷത്തിന് ഫുള്ളും ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ 2 ദിവസത്തോളം ഇടമനക്കാവിൽ തങ്ങിയാണെന്ന് പോയത്. ഇന്നും അതേപോലെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വൈകിട്ടുണ്ടാവുമോ? എല്ലാം കഴിഞ്ഞിട്ടേ മടങ്ങത്തുള്ളൂ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഭഗവാനെ വിളിക്കുന്ന ഒരു മനുഷ്യൻ പോലും കള്ളത്തരം ഇല്ലാത്ത മനസ്സോടുകൂടി വിളിച്ചാൽ ഭഗവാൻ ഒരിക്കലും കൈവിടത്തില്ല. ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ പരീക്ഷണങ്ങളിൽ പലപ്പോഴും പിന്മാറി പോകുന്ന ഭക്തജനങ്ങളാ. പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ടോ ഭഗവാനെ നിരാകരിക്കും. ഭഗവാനില്ലാതെ ചുമ്മാതാണ്. വിശ്വാസത്തെ പൂർണ്ണമായിട്ടും രക്ഷിക്കും. വിശ്വാസമാണ്. വിശ്വാസം രക്ഷിക്കുക തന്നെ ചെയ്യും അല്ലേ? അതെ, എനിക്ക് പറയാൻ കഴിയാത്ത 1-2 കാര്യങ്ങളുണ്ട്. കാരണം എന്നെ മനസ്സാ പറ്റിച്ചുകൊണ്ടിരുന്ന ആളുകള് പോലും എന്നെ ഭഗവാൻ ഞാൻ ഇവിടെ ചെന്ന് പ്രദോഷം തൊഴുത് അവിടെ എത്തിയപ്പോ അതിന്റെ സത്യാവസ്ഥ എനിക്ക് തെളിയിച്ചു തന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഭഗവാനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അല്ല അതായത് മുമ്പും പിമ്പും ചിന്തിക്കാതെ എന്തും വാരി കൊടുക്കുന്ന കാരുണ്യം തന്നെയാ മഹാദേവൻ ഇല്ലേ? ഭഗവാനെ വെളിനാട്ടിലൊക്കെ വിളിക്കണേ എന്താണെന്നറിയാമോ? മഹാദേവ എന്നല്ല, ഭോലേനാഥ് എന്നാ വിളിക്കണേ. ഭോലേനാഥ് അതായത് നിഷ്കളങ്കൻ എന്നാ പറയണേ. ഭഗവാൻ ഇത്രത്തോളം ഇന്നസെന്റ് പേഴ്സൺ വേറെ ലോകത്തില്ല. ഭഗവാനെ പോലെ നിഷ്കളങ്കനായിട്ട് ആരുമില്ല. മറ്റുള്ള ദേവതകൾ അങ്ങനെയല്ല. ഭഗവാൻ നിഷ്കളങ്കനാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഭോലേനാഥ് എന്ന് വിളിക്കണേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യത്തില്ല? ഭഗവാന് ഭക്തി മതി. രാവണനാണോ അസുരനാണോ നിങ്ങൾ ഒരാളെ കൊന്നിട്ട് വന്നതാണെന്നൊന്നും ഭഗവാൻ നോക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടോ എന്ന് മാത്രമേ ഭഗവാൻ നോക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഭക്തിയോടെ നിങ്ങളുടെ മനസ്സിനെ അർപ്പണം ചെയ്താൽ തീർച്ചയായിട്ടും എന്തുണ്ടാകും? ഫലം ഉണ്ടാകും. വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും ഭഗവാനെ പറ്റി പറയണം. മരണം വരെയും ക്ഷേത്രത്തിൽ എത്തിയാലും ഇല്ലെങ്കിലും നാമം ജപിച്ചാലും ക്ഷേത്രത്തിൽ എത്തിയാലും വഴിപാട് കഴിച്ചില്ലെങ്കിലും ഭഗവാന്റെ നാമത്തെ എന്ത് ചെയ്യരുത്? നിരാകരിക്കരുത്.
ഭഗവാന്റെ നാമം എന്താന്ന് പറഞ്ഞാട്ടോ? ഓ അറിയാം. എന്താ അത് പറഞ്ഞാട്ടോ? ഓം ഹ്രീം നമഃ ശിവായ. ചൊല്ലുന്നുണ്ടോ? എത്ര വട്ടം? 111 തവണയാണ് തിരുമേനി പറഞ്ഞത്. അതിന് മേലെ ചെല്ലുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ. ശിവോഹം, ശിവോഹം.